9.5 വർഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്തിരുന്ന അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉത്തരവാദികളെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ, എന്തിനാണ് ഒരു ഭരണ നേതൃത്വം, എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു? ആരുടെ നോമിനിയാണ്? മനുഷ്യരെ മുഴുവൻ ചതിക്കാം, പറ്റിക്കാം, എല്ലാവരെയും പറ്റിക്കാം. ഞാൻ വിചാരിക്കുന്ന ശാസ്താവിന്റെ CCTV ഈ CPM സർക്കാർ പെട്ടു. ഉദ്യോഗസ്ഥർ ഇതൊക്കെ ചെയ്തിട്ടും ഇവരിത് അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിയാതെ പോകുന്നത് ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമല്ല, ഇവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ്. ഭക്തർ കൊടുക്കുന്ന കാണിക്ക പോലും കക്കാൻ നടക്കുന്ന ആളുകളെ എങ്ങനെ ഭരണം ഏൽപ്പിക്കാൻ പറ്റുക? അമ്പലക്കള്ളന്മാരെ സംരക്ഷിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. നമസ്കാരം സർ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയം മുതലേ ശബരിമലയിൽ ഇത്തരത്തിലുള്ള കളവ് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് കുടുങ്ങുമോ? ഞാൻ അതിന്റെ ആ വിഷയത്തിൽ തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ, UDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അവിടെ കുറെ കളവുകൾ നടന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 9.5 വർഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്തിരുന്ന അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അത് പറയണമല്ലോ. സ്വന്തം മകന് ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഏത് വകുപ്പിലാണ് ഭരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിവില്ലാതിരുന്നാണോ ഈ 9.5 വർഷം UDFന്റെ കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപടി എടുക്കാതിരുന്നത്? ഞാൻ പറയുന്ന അമ്പലക്കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, ഏത് മതജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായാലും നടപടി സ്വീകരിക്കേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന സർക്കാരാണ്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ 9.5 കൊല്ലം കഴിഞ്ഞ് ഇവര് ശുപാർശ ചെയ്ത് ഇവര് നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അവിടെ കൊള്ള നടന്നു എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുമ്പോൾ, ഹൈക്കോടതി കയ്യോടെ പിടിക്കുമ്പോൾ, പണ്ട് അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയുടെ നരേറ്റീവാണ്. നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 11 കൊല്ലമായി. എന്ത് നടന്നാലും ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കും. അപ്പോൾ ആ സമാനമായ ആക്ഷേപമാണ് പിണറായി വിജയനും എടുക്കുന്നത്. അവിടെ ഒരൊറ്റ ചോദ്യമുള്ളൂ, സാധാരണ മനുഷ്യർക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത്. 9.5 കൊല്ലം ഇദ്ദേഹം എന്തെടുക്കായിരുന്നു? പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുത്ത് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. പകരം ഇവരെ പിടിക്കപ്പെടുമ്പോൾ പണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് പോലെയല്ല, ഉത്തരവാദിത്ത ബോധത്തോടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി പറയണം ആര്, എന്ത്, എങ്ങനെ, എന്ത് നടപടി ഇവർ അക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നുള്ളത്. ഇനി ശബരിമലയിലെ വിഷയം ഞെട്ടിപ്പിക്കുന്ന എന്ന് പറയുന്നത് ഞെട്ടേണ്ട കാര്യമില്ല. ഇത് നമ്മളെ സകല വിശ്വാസികളുടെയും, സകല മതേതര വിശ്വാസികളുടെയും ജാഗ്രത കുറവിന്റെ ഒരു ഭാഗമാണ്. കാരണം നിഷേധികളും മതനിരാസകരുമായിട്ടുള്ള CPMകാർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ വന്ന് ശാസ്താവിന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന്, ദ്വാരപാലക ശില്പത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്നിട്ട് ഈ നിവേദ്യവും വാങ്ങി അതുകൊണ്ട് കൈയൊക്കെ കഴുകി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംശയിക്കണമായിരുന്നു. ഇവര് ശാസ്താവിന്റെ മുമ്പിൽ കുമ്പിട്ടപ്പോൾ ഇവരുടെ ലക്ഷ്യം പ്രാർത്ഥനയായിരുന്നില്ല. കാരണം ഇവർ മതനിരാസകരാണല്ലോ. ഇവർ സ്വർണം കാക്കുന്നതിനെ കുറിച്ചായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനിയും ഇവിടെ ദേവസ്വം ബോർഡ് ഒരു പ്രതിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അതിലെ അംഗങ്ങൾ മുഴുവനുമാണ്, ആണല്ലോ. ഈ അംഗങ്ങളെ നിയമിച്ചതാരാ? കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ, സംസ്ഥാന സർക്കാർ, ഈ മുന്നണി, LDFന്റെ മുന്നണി. അതിന്റെ അർത്ഥം ദേവസ്വം ബോർഡ് പ്രതിയേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ CPMും CPIM അടക്കമുള്ള മുന്നണിയും ഈ സർക്കാരും തന്നെയാണ് പ്രതിയേർക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ 2019 സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ദ്വാരപാലക ശില്പത്തിന്റെ മേലുള്ള ഈ പാളികൾ അങ്ങനെ തന്നെ മറച്ചു വിറ്റു എന്നുള്ള നിരീക്ഷണമൊക്കെ ഹൈക്കോടതിയുടെ വിധിയിലടക്കം വന്നിട്ട് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ മാത്രമാണെന്ന് അവർ പറയുന്നത്. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉത്തരവാദികളെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ, എന്തിനാണ് ഒരു ഭരണ നേതൃത്വം, എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം? CPMനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാലും ഇങ്ങനെയാണല്ലോ. എല്ലാത്തിലും ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈ കഴുകുന്ന ഒരു രീതി. കുറച്ചു നാൾ മുൻപ് ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ തകർച്ച കണ്ടപ്പോഴും വീണ ജോർജ് പറഞ്ഞത് അത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, ഉദ്യോഗസ്ഥരുടെ പിഴവാണ് എന്നാണ്. യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന അധികാരികളൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് എന്നൊരു ചോദ്യമല്ലേ ഇപ്പോൾ ഉയർന്നു വരുന്നത്? തീർച്ചയായിട്ടും ഈ ഉത്തരവാദികൾ മുഴുവൻ ഉദ്യോഗസ്ഥരും സിസ്റ്റത്തിന്റെ തകരാറാന്ന് പറയുന്നിടത്തോളം രാഷ്ട്രീയ ഒളിപ്പില്ലായ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ മന്ത്രിമാരായിട്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥർക്കല്ലല്ലോ വോട്ട് ചെയ്തത് ജനങ്ങൾ. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ആപ്തവാക്യമായിരുന്നോ LDF വരുമ്പോ എല്ലാം ശരിയാക്കാമെന്ന് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞോ? ഇല്ലല്ലോ. LDF വരുമ്പോ എല്ലാം ശരിയാക്കി കളയാന്ന് പറഞ്ഞത് CPMന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു, LDFന്റെ മുദ്രാവാക്യമായിരുന്നു.
അത് കേട്ടിട്ടല്ലേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഈ ആളുകൾ വോട്ട് ചെയ്ത് ഈ പിണറായി വിജയനൊക്കെ ജയിപ്പിച്ചത്. ആശുപത്രി ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരുള്ള ഒരു വീട്ടമ്മ മരിക്കുമ്പോ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. കത്രിക വയറ്റി തുന്നി കെട്ടിവിടുമ്പോഴും സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. ആശുപത്രിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ കൈക്ക് പരിക്കേറ്റിയെന്ന ആളുടെ കൈ മുറിച്ചു മാറ്റുക, കാലിന് പരിക്കേറ്റിയെന്ന ആളുടെ കാൽവിരൽ മുറിച്ചു മാറ്റുക, കാലിന് സർജറി ചെയ്യുന്ന ആളുടെ നാവിന് സർജറി ചെയ്യുക, ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, രാഷ്ട്രീയ നേതൃത്വം എന്തിനുള്ളത്? ഈ ഭരണ നേതൃത്വം എന്തിനുള്ളത്? ശബരിമലയിൽ സംഭവിച്ചെന്താ? 2019 അധികാരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും 6 വർഷക്കാലം ഇത് മൂടി വെച്ച് സംരക്ഷിച്ചു. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് വീണ്ടും 2025 വീണ്ടും ഇത് അടിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു? ആരുടെ നോമിനിയാണ്? ആരുടെ ശുപാർശയില വന്നേ? ഈ പോറ്റിയെ ഇത്രയും കാലം ഈ കളവ് കണ്ടിട്ടും ഇത് മൂടി വെച്ച് പോറ്റി വളർത്തിയത് ആരൊക്കെ? ഇതിന് ഉത്തരവാദിത്വം പറയണ്ടേ? അത് പണ്ട് കോൺഗ്രസ് അല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്നത്. ഈ ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെക്കാൻ പറയാൻ പറ്റുമോ നാട്ടിലെ ആളുകൾക്ക്? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിച്ചെന്ന് പറയാൻ പറ്റുമോ? ഈ 2019 തൊട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. ഇനി ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞാൽ, ഈ ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോൾ ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ അത് ചെയ്തത്, സർക്കാരിന്റെ അഭിമാന നേട്ടമെന്നല്ലേ ഇവർ പറഞ്ഞത്. ഈ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനല്ലേ യോഗി ആദിത്യനാഥിന്റെ പ്രശംസാ പത്രം ആ വേദിയിൽ വായിച്ചത്? ഈ സർക്കാരിന്റെ അഭിമാനമാണ്, സർക്കാരിന്റെ മറ്റേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഇത് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് പിണറായി വിജയനൊക്കെ അല്ലേ? 1-ാം നമ്പർ കാറിൽ ഏറ്റവും വലിയ വർഗീയവാദി വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചുകൊണ്ട് വേദിയിൽ വന്ന് അതേ വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് ഏറ്റവും നല്ല ഭക്തൻ എന്നുള്ള ആ പ്രശംസ വാങ്ങിയത് പിണറായി വിജയനല്ലേ? അപ്പൊ വെള്ളാപ്പള്ളി പിണറായി വിജയനെ ഭക്തൻ എന്ന് പറയുകയും ഇതേ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കുമാരനാശാനേക്കാൾ മികച്ച ആളെന്ന് പറയുകയും ചെയ്തു. പരസ്പരം ഇവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അത് ചെയ്തപ്പോഴൊക്കെ സർക്കാരിന്റെ നേട്ടം. ആഗോള അയ്യപ്പ സംഗമവും കാലിയായ കസേരകളും അതിനുവേണ്ടി ചെലവഴിച്ച 8 കോടിയും പൊതുഖജനാവിൽ നിന്നും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിൽ നിന്നും ഒക്കെ ചെലവഴിച്ച് സർക്കാരിന്റെ നേട്ടമായിട്ട് ചിത്രീകരിക്കുകയും സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാകുന്ന എങ്ങനെയാ? 6 വർഷക്കാലം ഇത് മൂടി വെച്ചത് എങ്ങനെയാ? അപ്പൊ അതിൽ കൃത്യമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇത് മനുഷ്യരെ മുഴുവൻ ചതിക്കാം, പറ്റിക്കാം, എല്ലാവരെയും പറ്റിക്കാം. ഞാൻ വിചാരിക്കുന്ന ശാസ്താവിന്റെ CCTVയിൽ ഈ CPM-ന്റെ സർക്കാർ പെട്ടു. ശബരിമല ശാസ്താവിന്റെ CCTVയിൽ പെട്ടതുകൊണ്ടാണ് ഇതിപ്പോ പുറത്തു വന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വിശ്വാസി സംഘമോ ഇതുപോലെയുള്ള തോന്നിവാസവും മുഴുവൻ നടത്തി വെള്ളാപ്പള്ളി നടേശനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു, യോഗി ആദിത്യനാഥിന്റെ മംഗളപത്രം വായിക്കുന്നു, ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു വർഗീയ ധ്രുവീകരണ ലക്ഷ്യമുണ്ടായി. ഇത് കണ്ട് സഹി കേട്ടിട്ടാണ് അയ്യപ്പന്റെ CCTVയിൽ പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ അയ്യപ്പൻ എത്തിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശബരിമല ശാസ്താവ് തന്നെ എത്തിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ മുമ്പിൽ കത്തി നിൽക്കുന്ന സൂര്യന്റെ താഴെ നിൽക്കുന്ന മേൽക്കൂരയിലെ സ്വർണത്തിന്റെ പ്രഭ കെട്ടില്ല. പക്ഷേ ദ്വാരപാലക ശില്പത്തിൽ മാത്രം സ്വർണത്തിന്റെ പ്രഭ കെട്ടു എന്ന് പറയുന്നത് അഴിച്ചുകൊണ്ടുപോയി അടിച്ചു മാറ്റി. അതിന്റെ തൂക്കം കുറഞ്ഞു. അതായത് മൊത്തത്തിൽ മറിച്ച് വിറ്റു. പുതിയ സാധനമാണ് കൊണ്ടുവന്നെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ഉത്തരവാദിത്വം ഇവർക്കില്ലെങ്കിൽ ഇവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്ന് പറയുന്നത്. ഇതിനൊരു യോഗ്യതയില്ല. ഉദ്യോഗസ്ഥർ ഇതൊക്കെ ചെയ്തിട്ടും ഇവരിത് അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിയാതെ പോകുന്നത് ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമല്ല, ഇവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ്. കഴിവില്ലാത്തവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥാനമല്ല ഇത്. ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതിന് മുമ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കുറെ കാര്യമുണ്ട്. പണ്ട് M. സ്വരാജ പറഞ്ഞത് 2018 പ്രളയകാലത്ത് കന്നി അയ്യപ്പന്മാർ വരാത്തത് കൊണ്ട് ശബരിമല ശാസ്താവിന്റെയും മാളികപ്പുറത്തിന്റെയും കല്യാണം നടന്നതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു. അതിന് തത്തുല്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിട്ടുണ്ട്. ശബരിമല ശാസ്താവിന് മാത്രമല്ല തന്ത്രിക്കും മേൽശാന്തിക്കും ഒന്നും ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ചിരിക്കുന്ന പിണറായി വിജയനെ നമുക്കറിയാം. ഈ ആചാര ലംഘനത്തിന് വേണ്ടി ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് 1000 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ശബരിമലയിലേക്ക് നടത്തി. കനകദുർഗ, മറ്റേ രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി, എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ഇവരെയൊക്കെ കൊണ്ടുപോയത് മോൻസൺ മാവുങ്കലിന്റെ ആ വ്യാജ മ്യൂസിയത്തിലെ വ്യാജ ചെമ്പോലയുടെ ബലത്തിലാണ്. കൈരളി ചാനലും ദേശാഭിമാനി പത്രമൊക്കെ അച്ചുനിരത്തി ഈ വ്യാജ ചെമ്പോല വെച്ചിട്ട് ആചാര ലംഘനത്തിന് 25,000-ലധികം മനുഷ്യരെ 12,600-ഓളം കേസുകൾ എടുത്ത് പ്രതിയാക്കി കലാപകലുഷിതമായ സാഹചര്യം ഒരുക്കി സംഘപരിവാറിന് പ്രചരണത്തിനുള്ള സകല സൗകര്യം ചെയ്തു കൊടുത്തു. കേരളത്തിൽ സംഘപരിവാറിന് ഇത്രയും വളർച്ചയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഒരു വലിയ ശ്രമം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര ലംഘന സമരങ്ങളായിരുന്നു. അപ്പോൾ പോലും ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അന്ന് BJPക്ക്
രക്ഷപ്പെടാൻ പറ്റാതിരുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് BJPക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ഈ പ്രചരണങ്ങൾ നടത്തി. ഈ നടത്തിയ ഒന്നിന്റെയും പേരിൽ M സ്വരാജ് തെറ്റാന്ന് പറഞ്ഞില്ല, വ്യാജ ചെമ്പോല തെറ്റാന്ന് ഇവർ പറഞ്ഞില്ല, പിണറായി വിജയൻ തന്ത്രിയെയും ശാസ്താവിനെയും നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട പോലെ ആക്ഷേപിച്ചിട്ട് ഇവർ തിരുത്തിയില്ല. ഇവരൊന്നും കേസുകൾ പിൻവലിച്ചില്ല. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ചുകൊണ്ട് 1-ാം നമ്പർ കാറിൽ വന്നിറങ്ങിയ ആളുകളെല്ലാം മറക്കുമെന്ന് വരുവായിരുന്നു. ശാസ്താവ് പിടിച്ചതാണ് ഇവര്, ശാസ്താവ് പിടിച്ചതാ. ഈ വിശ്വാസവഞ്ചനയാണിത്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നമുണ്ട്, അഴിമതിയുണ്ട്. ഇതെല്ലാം ഇവരെവിടെയും ഏൽപ്പിച്ച് ഇവർ നല്ല പ്രതിപക്ഷമല്ല ഭരണപക്ഷമല്ല എന്ന് മനസ്സിലായി. ഇവര് നല്ല ഭരണപക്ഷവും നല്ല പ്രതിപക്ഷവുമല്ല. ഇവരെയും കൊണ്ട് ഒന്നും കൊള്ളില്ല. നല്ല പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന ശബരിമലയിൽ കളവ് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രതിപക്ഷം കണ്ടുപിടിക്കണമായിരുന്നു. അത് മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ വികസന പദ്ധതികൾ വരുമ്പോഴും തടസ്സം ചെയ്യും. എന്നിട്ട് അതൊക്കെ ഞങ്ങളുടെ അവകാശപ്പെടും. ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, കൊച്ചി മെട്രോ, ഇങ്ങനെ എല്ലാം അവരുടെയാണെന്ന് അവകാശപ്പെടും. ഇത് വല്ല ആളുകളും കൊണ്ടുവരുമ്പോൾ അന്ന് സമരം ചെയ്ത് തടസ്സം ചെയ്യും. അത് കഴിഞ്ഞ് ഇത് നടക്കുമ്പോൾ അത് ഞങ്ങളുടെയാന്ന് പറയും. നല്ല പ്രതിപക്ഷമായിരുന്നില്ല, കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഇല്ല പ്രതിപക്ഷമായിരുന്നില്ല ഇവരൊരിക്കലും. ഇനി ഭരണപക്ഷമാണോ? ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവർ കക്കാനും കൊള്ളയടിക്കാനും മാത്രമല്ല നടക്കുന്നത്. അപ്പോൾ ശബരിമല പോലും, അതായത് ഞാൻ പറയുന്ന ഭക്തർ കൊടുക്കുന്ന കാണിക്ക പോലും കക്കാൻ നടക്കുന്ന ആളുകളെ എങ്ങനെയാ ഭരണം ഏൽപ്പിക്കാൻ പറ്റുക? ഒരു കാരണവശാലും ഇതിൽ നിന്നൊരു സന്ധിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, KPCCയുടെ നേതൃത്വത്തിൽ 4 മേഖലാ ജാഥകൾ കടന്നു വരികയാണ്, വിശ്വാസ സംരക്ഷണ ജാഥകൾ കടന്നു വരികയാണ്. 18-ാം തീയതി അത് ചെങ്ങന്നൂർ സമാപിക്കുന്നു. അതിനെ തുടർന്ന് കൃത്യമായിട്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് വിശ്വാസികളുടെ കാണിക്കപ്പണം പോലും സൂക്ഷിക്കാൻ പറ്റാത്തത്ര കളവ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് BJP ഈ വിഷയത്തിൽ മൗനത്തില്ല. കാരണം BJPക്ക് പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന ആവേശം ഈ വിഷയത്തിൽ ഒട്ടും കാണുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് പോലും ഈ കാര്യത്തിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രസ്ഥാനം പോലും നടത്തി കാണുന്നില്ല. അപ്പോ സംഘപരിവാർ പോലും വിചാരിക്കുന്നത് CPM ഭരണം തുടരണമെന്നായിരുന്നു. പക്ഷെ ശബരിമലയിലെ ശാസ്താവ് പിണറായി വിജയനെ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 6 വർഷം ഇവർ മൂടി വെച്ചത് ഇന്ന് പുറത്തു വരുന്നത്. പിടിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് പണ്ട് അങ്ങനെ നടന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പണ്ട് അങ്ങനെ നടന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു ഈ 9.5 കൊല്ലം? പണ്ട് നടന്നതൊക്കെ പിടിക്കാൻ കിട്ടിയതല്ലേ ഈ 9.5 കൊല്ലം? എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല? അപ്പൊ ഇവർക്ക് അതിനൊന്നും നേരം ഉണ്ടായില്ല. പണ്ട് നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, ഇവർ ഭരിക്കുമ്പോൾ എന്ത് നടന്നു എന്നുള്ളതിനല്ലേ മറുപടി പറയാം. അത് മറുപടി പറയാൻ പറ്റാത്തത് അമ്പലക്കള്ളന്മാരെ സംരക്ഷിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തില്ല. അത് ആരൊക്കെയാണ് അതിലുള്ളതെന്ന്, ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നാൽ പത്മകുമാറോ അല്ലെങ്കിൽ വാസുവോ അല്ലെങ്കിൽ അനന്തഗോപനോ അങ്ങനെ ആരും ആയിക്കോട്ടെ, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ റോൾ എന്താ? അത് പരിശോധിക്കപ്പെടണമല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ പരിശോധിക്കപ്പെടണം. അങ്ങനെ ഓരോ ആളുകളും പരിശോധിക്കുമ്പോൾ ഇവരെന്താ ധൈര്യമില്ലാത്തത്? കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ടം പറയുന്നുണ്ട്. അതായത് ഈ ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പണ്ട് സ്വപ്ന സുരേഷ് വെല്ലുവിളിച്ചപ്പോൾ ആ പാവം പിടിച്ച സ്ത്രീയോട് ക്ഷമിച്ച കടകംപള്ളിക്ക് എന്തുകൊണ്ടാണ് VD സതീശനോട് ക്ഷമിക്കാൻ പറ്റാത്തത്? അപ്പോ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, വിശ്വാസികളെല്ലാം കാണുന്നുണ്ട്. നാളെ വിശ്വാസികൾ കാണിക്കയിടാൻ വേണ്ടിയിട്ട് നേർച്ചക്കുറ്റിയുടെ മുമ്പിൽ പോയി നിൽക്കുകയോ അമ്പലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ചുറ്റും നോക്കണം. കാരണം ചുറ്റും CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്ന് നിൽപ്പുണ്ടോന്ന്. കാരണം ഉണ്ടെങ്കിൽ വിശ്വാസികൾ അമ്പലത്തിന് കാവൽ നിൽക്കേണ്ട ഗതികേടാണ്.